പലരും കരുതുന്നു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറയുന്നത്, അല്ലെങ്കിൽ പലരും ചിന്തിക്കുന്നത് ഇതൊരു കുറെ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കുറെ കവിതകളാണ്, കഥകളാണ്, ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാം എന്നുള്ളതാണ്. അതല്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന എക്സാമിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഹൗ ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എങ്ങനെയാടാ നമ്മുടെ സ്റ്റേറ്റ് സിലബസ്? CBSE അല്ലട്ടോ, സ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. CBSE പഠിക്കേണ്ട രൂപം വേറെയാണ്, സ്റ്റേറ്റ് പഠിക്കേണ്ട രൂപം വേറെയാണ്. സ്റ്റേറ്റ് സിലബസിലെ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം നമ്മൾ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടത്. കാണാതെ പഠിക്കല്ല, മനസ്സിലാക്കുക. ഇംഗ്ലീഷ് ഈസ് നോട്ട് എ സബ്ജക്ട് ടു ബൈ ഹാർട്ട്. നമ്മൾ കാണാതെ പഠിക്കാനുള്ള ഒരു വിഷയമല്ല ഇംഗ്ലീഷ്. മാത്സ് ഒക്കെ ചെയ്യാനാണ്, മറ്റേതൊക്കെ ചെയ്യാനാണ്. മറ്റേത് കാണാതെ പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് അല്ല, ഇറ്റ്സ് ലാംഗ്വേജ്. Read lessons carefully and understand the meaning of each paragraph. ഓരോ പാരഗ്രാഫിന്റെയും മീനിങ് മനസ്സിലാക്കി. ഈ പാരഗ്രാഫിൽ ഇപ്പം എന്താ പറഞ്ഞത്, ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്, കഥകൾ കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ പാരഗ്രാഫ് ഓറിയന്റഡ് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന സമയത്തെ നിങ്ങൾക്ക് യു ക്യാൻ ഈസിലി ആൻസർ എനി ക്വസ്റ്റ്യൻസ്. ഓരോ പാരഗ്രാഫ് ഈസി വെച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഈവൺ ഇൻ യുവർ ഓൺ വേർഡ്സിൽ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ചാപ്റ്ററും അതിന്റെ സമ്മറിയും പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കിളിപാളും. നെക്സ്റ്റ് വൺ, റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് റെഗുലർ. ഇടയ്ക്കിടയ്ക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അതായത് ഈച്ച് പ്രോസും പോയമും SCRT ഇംഗ്ലീഷ് റീഡറിലെ എല്ലാ കവിതകളും കഥകളൊക്കെ ഒന്ന് കേൾക്കുക, വീണ്ടും വീണ്ടും വായിച്ചു വെക്കുക. അണ്ടർലൈൻ ന്യൂ വേർഡ്സ് ആൻഡ് നോട്ട് ഡൗൺ ദെയർ മീനിങ്സ് ഇൻ എ സ്മോൾ നോട്ട് ബുക്ക്. പലപ്പോഴും നമ്മൾക്കുള്ള സ്റ്റേറ്റുകാർക്കുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേർഡ് മീനിങ് കിട്ടൂല. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നറിയില്ല, ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത സിറ്റുവേഷൻ. ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ വാക്ക് കാണുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. അതൊക്കെ പുതിയ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക, അതിന്റെ മീനിങ് ഒക്കെ. റീഡ് അലൗഡ് ഇംപ്രൂവ് പ്രൊനൗൺസിയേഷൻ കോൺഫിഡൻസ്. അല്ല സാറേ, നമ്മളിപ്പോൾ പ്രൊനൗൺസിയേഷൻ സെറ്റ് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനാണോ? അല്ല. എന്നാലും ലാംഗ്വേജ് പഠിക്കുന്നതോടുകൂടി നമുക്ക് എക്സാമിൽ നമുക്ക് സ്വന്തമായിട്ട് സെന്റൻസ്, അതിനുള്ള ടിപ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്വന്തമായിട്ട് നമുക്കൊരു സെന്റൻസ് എഴുതാൻ കഴിയണ്ടേ? ഒരു എസ്സേയോ ആർട്ടിക്കിളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് എഴുതാൻ കഴിയണം. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മളെ ഓരോ ലെസണും 4-5 സെന്റൻസ് നമ്മുടേതായിട്ടുള്ള സമ്മറി, നമുക്ക് എവിടെന്ന് സമ്മറി കിട്ടും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ സ്വന്തമായിട്ട് സമ്മറി എഴുതാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾ സെറ്റാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് യു ഗൈസ് ആർ ഡൂയിങ്. നോക്കിക്കോ. നെക്സ്റ്റ് വൺ, നമ്മുടെ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടുന്നത് ഇതിനാണ്. പാരഗ്രാഫ്, ലെറ്റർ റൈറ്റിംഗ്, ഡയറി എൻട്രി തുടങ്ങിയിട്ടുള്ള പല എക്സെട്ര കുറേ എന്തുണ്ട്, റൈറ്റിംഗ് ഉണ്ട്. കുറേ റൈറ്റിംഗ്, നോട്ടീസ്, അതുപോലെ തന്നെ പിന്നെ ഡയറി, ലെറ്റർ, പിന്നെ ആർട്ടിക്കിൾസ്, പിന്നെന്താണ് ഈ പറഞ്ഞിട്ടുള്ള പിന്നെ കാര്യമായിട്ടുണ്ടല്ലോ, ക്യാരക്ടർ സ്കെച്ച് തുടങ്ങിയുള്ള കുറേ സാധനമുണ്ട്. അതൊക്കെ നമ്മൾ എന്താക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ ഇത് വെക്കുക. ഡോണ്ട് വറി അബൌട്ട് മിസ്റ്റേക്സ് ഉണ്ടാകട്ടെ. റൈറ്റിംഗ് ഡെയിലി ഹെൽപ്സ് യു ടു ഇംപ്രൂവ് ഗ്രാമറും വൊക്കാബുലറി ഒക്കെ ഉള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഡെയിലി എഴുതിക്കുകയാണെങ്കിൽ. കറക്റ്റ് ഫോർമാറ്റ്, നോട്ടീസ്, ലെറ്ററിന്, പാരഗ്രാഫ് റൈറ്റിനൊക്കെ ഫോർമാറ്റ് പക്ക സെറ്റ് ആക്കണം. ആ ഫോർമാറ്റ് ഒന്ന് നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്നതാണെങ്കിലും ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ച് സെറ്റാക്കി വെക്കുക. സ്പെല്ലിങ്ങും പങ്ക്ച്വേഷനും അതുപോലെ തന്നെ ഗ്രാമറൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി റീചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ഉത്തരവാദിത്തമാക്കി മാറ്റുക. അതുപോലെ തന്നെ നമ്മളെ ഗ്രാമറിൽ പലതരത്തിലുള്ള ഗ്രാമർ മിസ്റ്റേക്ക് എഡിറ്റിങ്ങിലാകുന്ന സമയത്ത് നമ്മളെ ടെൻസ്, ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, പ്രൊനൗൺസിയേഷൻ, അഡ്ജക്റ്റീവ്, വെർബ്, കൺജങ്ഷൻ തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിന്ന് പലതരത്തിലുള്ള മിസ്റ്റേക്ക് വന്നിട്ട് എഡിറ്റിംഗ് ചോദിക്കും. അതല്ലാതെ നമുക്ക് കംപ്ലീറ്റ് കോൺവെർസേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്രേസൽ വേർബ്സ് തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് തുടങ്ങിയിട്ട് കുറേ സംഭവങ്ങളിലോ അതൊക്കെ സെറ്റ് ആക്കിക്കുക. ചെറിയ എക്സസൈസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും വർക്ക്ഷീറ്റും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഗ്രാമർ സെറ്റ് ആക്കാനുള്ള പല എക്സസൈസുകളുണ്ട്. അത് തന്നെ എന്താക്കുക, ചെയ്ത് പഠിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ സ്വന്തമായിട്ട് എക്സാമ്പിൾ ഉണ്ടാക്കുക. ഓക്കെ, അതിൻ്റെ റൂള്. ഓക്കെ, പിന്നെ ഓരോ റൂളിനും നമ്മൾ ആ റൂൾ അനുസരിച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ സെറ്റ് ചെയ്യാം. നമ്മൾ എന്താക്കും, അത് കുറച്ചുകൂടി നമ്മളെ ഓർമ്മയിൽ നിൽക്കാൻ അത് സഹായിക്കും. നെക്സ്റ്റ് വൺ, നമ്മുടെ സ്പീക്കിങ്ങും ലിസണിങ്ങും ഇമ്പ്രൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ജസ്റ്റ് നമ്മുടെ എന്തിനു വേണ്ടിയിട്ടുള്ള നമ്മൾ സംസാരിച്ച് സൂപ്പറാക്കിയിട്ട് നമ്മൾ അമേരിക്കക്കാരെ പോലെ സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താവും,
എഴുത്ത് അത്രമേൽ അടിപൊളിയാണ്. നോക്കിക്കോ, ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി, ഈവൻ സ്മോൾ സെൻറ്റൻസ് ആണെങ്കിൽ പോലും. അപ്പോൾ അത് നമുക്ക് എന്താക്കും, എക്സാം ഹാളിൽ ചെറിയ ചെറിയ സെൻറ്റൻസ് ഒക്കെ സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കവിടെ വരും. ഓക്കെ, ആൻഡ് ലിസൺ ടു ഇംഗ്ലീഷ് ന്യൂസ്, സോങ്, സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേൾക്കുക. ഓക്കെ, ഇംഗ്ലീഷ്. ഇറ്റ് ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊനൗൺസിയേഷൻ ആൻഡ് ദ സെൻറ്റൻസ് സ്ട്രക്ചർ ഒക്കെ. പ്രൊനൗൺസിയേഷനെക്കാട്ടിലുപരി സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ഓക്കെ, സെൻറ്റൻസ് സ്ട്രക്ചർ പഠിക്കാനുള്ള മറ്റൊരു വഴി എന്നുള്ളത് ട്രാൻസ്ലേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. എക്സ്ട്രാ ഞാനൊരു കാര്യം പറയുകയാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മലയാളത്തിലെ ഏതെങ്കിലും ഒരു പേപ്പർ കട്ടിങ് എടുത്തിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ചെറിയ ഒരു ദിവസം ചെയ്താലും കൂടി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. റിപ്പീറ്റ് വാട്ട് യു ഹിയർ ടു ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രംപിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുക, ആരെങ്കിലും സ്പീച്ച് കേൾക്കുക. ഓക്കെ, അമേരിക്കൻ സിറ്റിസൺ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസൺ, അവരുടെ സിറ്റിസൺ, നമ്മൾ ഇംഗ്ലീഷ് സിറ്റിസൺ ആയിട്ടുള്ള ആരെങ്കിലും സ്പീച്ച് കേട്ടിട്ട് അവർ പറയുന്നത് പോലെ പറയാൻ ശ്രമിക്കുക. ഒരു സെൻറ്റൻസ് കേട്ടിട്ട് ആ സെൻറ്റൻസ് നമ്മൾ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന നമ്മുടെ ബാച്ചിനെ പറ്റി നിങ്ങൾക്കറിയാം. അതിപ്പോൾ ഓഫറിലുണ്ട് ഈ വരുന്ന 22nd വരെ. അപ്പോൾ ആ ഓഫറ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്താക്കാം, ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് എന്താക്കാം, ജസ്റ്റ് നിങ്ങൾ ആ ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 15% ഓഫറാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഉള്ളത്. ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തു, പക്ഷേ ലിമിറ്റഡ് ടൈമാണ്. ദാറ്റ്സ് എ ടൈം 22nd. അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ, ലിമിറ്റഡ് സീറ്റാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കൂടി ജോയിൻ ചെയ്യുമ്പോഴും ഈ ഒരു കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ 50% ഓഫർ കിട്ടും. വിദ്യാരംഭം ഓഫർ എക്സ്റ്റെൻഡ് ചെയ്താണ്. ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വൺ. അപ്പോൾ എക്സാമിന് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. എൻ്റെ മോനെ മസ്റ്റ് ട്രൈ PYQ സെറ്റ് ആക്കുക. ആ പാറ്റേൺ, നമുക്കതിൻ്റെ പാറ്റേൺ, നമുക്കിനിപ്പോൾ PYQ ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആക്കാം. എന്നിട്ട് എല്ലാ ഗ്രാമറും റൈറ്റിംഗ് ഫോർമാറ്റും, എല്ലാ ചാപ്റ്റർ വായിച്ച സമയം ഉണ്ടാവില്ല, ഗ്രാമറും ഫോർമാറ്റുകളും നമ്മൾ എന്താക്കാം, സെറ്റാക്കാം. ലിറ്ററേച്ചർ സെറ്റാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ ഒരു കഥകളുണ്ടല്ലോ, അതിലെ ക്യാരക്ടർ സ്കെച്ച് സെറ്റാക്കാം, അതിൻ്റെ തീമും മാറും. കഥയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെ, അതിലെ മെയിൻ തീം എന്താണ്, അതിലെ പിന്നെന്താണ് മോറൽ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. കോംപ്രിഹെൻഷൻ പാസേജ് പിന്നെ നമ്മളെന്താക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതായത് ജസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ പറയട്ടെ. കോംപ്രിഹെൻഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താക്കുക, നമ്മൾ AI-നോട് ചോദിക്കാം. ChatGPT അല്ലെങ്കിൽ പിന്നെ DeepSeekോ അല്ലെങ്കിൽ നമ്മുടെ ജെമിനായി പോലുള്ള ഏത് ChatGPT ഇതുപോലത്തെ AI ആപ്പിനോട് ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും അവർ കോംപ്രിഹെൻഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറേ തരും. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് ആ ക്ലാസ്സിന് ചോദിക്കാൻ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അൺസീൻ പാസേജ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തരും. അത് നിങ്ങൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾ പാസ്സാവും. നോക്കിപ്പോൾ സ്റ്റഡി റൊട്ടീൻ, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഒരു 30 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഡെയിലി നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ അധികട്ടാണ്, കുറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, 10 മിനിറ്റ് റീഡിങ്, 10 മിനിറ്റ് ഗ്രാമർ, 10 മിനിറ്റ് പ്രാക്ടീസ്, റൈറ്റിംഗ് പ്രാക്ടീസ്. ഓക്കെ, അങ്ങനെ ഡെയിലി ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളെ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ കിങ്ങായി മാറും. മിസ്റ്റേക്സുകളിൽ നിന്ന് നമ്മൾ പഠിക്കുക. അതായത് ടീച്ചേഴ്സൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിരും നോട്ട്സൊക്കെ, പക്ഷെ നമ്മൾ അങ്ങനെ ടച്ചൊക്കെ ചെയ്യുക, പക്ഷേ ചെയ്യാതെ അത് സെറ്റാക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യുക, അതിന് അങ്ങനത്തെ ആ മിസ്റ്റേക്കിന് വരുത്തില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം. അപ്പോൾ പിന്നെ അതായത് കറക്റ്റഡ് ഫോംസ് ഇൻ നോട്ട്ബുക്ക്. ടീച്ചർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റഡ് ആയിട്ടുള്ള വേർഷൻ മാറ്റിയിട്ട് നമുക്ക് എഴുതി വെക്കുക. മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഫ്യൂച്ചർ ടെസ്റ്റിന് വേണ്ടി, ഫ്യൂച്ചറിൽ എക്സാമിന് വേണ്ടിയിട്ട് സെയിം മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. ഓക്കെ, മിസ്റ്റേക്ക് വരുത്തേണ്ടെന്നല്ല, ഇറ്റ്സ് പോസിബിൾ, പക്ഷേ പോസിബിൾ അല്ല, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ നമ്മൾ എന്താക്കിയത് സെയിം മിസ്റ്റേക്ക് വരും. ബിൽഡ് വൊക്കാബുലറി ഉണ്ടാക്കണം. പുതിയ വാക്കുകളും നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. എങ്ങനെയാണ് പുതിയ 5 പുതിയ വാക്കുകൾ ഡെയിലി പഠിക്കാം. 5 വാക്കുകളുടെ ഇടണം. അതൊന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്യണം. എഴുതി വെച്ചാൽ മാത്രമേ റിവൈസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മീനിങ്ങും അതിൻ്റെ സെൻറ്റൻസൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ഒരു വേർഡ് കോംപ്രിഹെൻഷൻ എന്നുള്ള ഒരു വേർഡ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ്, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സെൻറ്റൻസ്. ഓക്കെ, ട്രൈ യൂസിങ് ദോസ് വേർഡ്സ് ഇൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. അത് എഴുത്തിലും സംസാരത്തിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ദാറ്റ്സ് ഹൗ റിയൽ ലേണിംഗ് ഹാപ്പൻസ്. അങ്ങനെയാണ് ശരിക്കുള്ള ലേണിംഗ് നടക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ബി കോൺഫിഡൻറ്റ് ആൻഡ് പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവായിട്ടും കോൺഫിഡൻ്റ് ആയിരിക്കുക. ഇംഗ്ലീഷ് ഈസിയാണ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. നിങ്ങളെ സബ്ജക്റ്റിനെ പേടിക്കേണ്ട. ട്രീറ്റ് ഇറ്റ് ആസ് എ ടൂൾ ടു എക്സ്പ്രസ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്ററും നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഒരു കവിതയും നിങ്ങൾക്കറിയാം എന്ന് ടീച്ചേഴ്സിനോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഡോണ്ട് ഫിയർ.
റിമെമ്പർ കോൺഫിഡൻസ് ഈസ് മോർ പവർഫുൾ ദാൻ ദ പെർഫെക്ഷൻ അല്ല, നമുക്ക് എന്താണ് നമ്മൾ പെർഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാളിപ്പോകും, പക്ഷേ പെർഫെക്ഷൻ ആവാൻ നോക്കാം. പക്ഷെ നമ്മളെന്താക്കാം, നമ്മുടെ കോൺഫിഡൻസ് ആണ് വേണ്ടത്. ആ പെർഫെക്ഷനിലേക്ക് നമ്മളെ കൊണ്ടെത്താൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായാൽ മതി. സോ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി അഭിപ്രായങ്ങളും നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ വേണ്ടത്, ആ ചാപ്റ്ററിലുള്ള എന്താണ് അതിലുള്ള പിന്നെ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസും വേണ്ടി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ JD. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ മറന്നു പോകരുത്. ഓഫർ എൻഡിങ് സൂൺ. ബൈ.